സംഗീതോപകരണങ്ങളിൽ രാഗതാളലയം തീർക്കുന്ന മിടുക്കുമായാണ് രംഗനാഥൻ എന്ന ആലപ്പുഴക്കാരൻ സിനിമാ നഗരമായ മദ്രാസിലേക്ക് വണ്ടി കയറുന്നത്. സിനിമാ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയുള്ള യാത്രയായിരുന്നു അത്. അവിടെ മലയാള സിനിമയിലെ പ്രതിഭാധനരായ സംഗീത സംവിധായകരെ തന്നെ ഗുരുനാഥന്മാരായി കിട്ടി. അവരുടെ അനുഗ്രഹങ്ങളും കിട്ടി. എനിക്ക് ചെറുപ്പം മുതലൊരു ആഗ്രഹം, സംഗീത സംവിധായകൻ എന്ന് പേരാണെങ്കിൽ നമ്മുടെ സംഗീതം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കണോ? അല്ലെങ്കിൽ പിന്നെ സംഗീതം ആലപ്പി രംഗനാഥ് എന്ന് വെച്ചിട്ട് കാര്യം എന്നാ? ഈണം ആലപ്പി രംഗനാഥ് എന്ന് വെച്ചാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് അതിൽ അല്പം പഠിക്കണം എന്നുള്ള വാശിയുണ്ടാകുകയും അങ്ങനെ മദ്രാസിൽ ശ്രീമാൻ സത്യൻ മാസ്റ്ററുടെ അന്ത്യകാലത്തിൽ അദ്ദേഹവുമായിട്ട് എൻ്റെ അച്ഛൻ മുഖേനയുള്ള ബന്ധത്തിൽ ബന്ധപ്പെടുകയും അദ്ദേഹം എന്നെ ബാബുരായ് സാറ്, അന്നത്തെ പ്രഗത്ഭ സംഗീത സംവിധായകരിൽ ഒരാളും എൻ്റെ മാനസിക ഗുരുനാഥനുമായ ബാബുരായ് സാറിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. അദ്ദേഹവുമായിട്ട് സരസ്വതി എന്ന് പറയുന്ന സിനിമയിൽ അന്ന് എനിക്ക് ഹാർമോണിയം വായിക്കാൻ LR ഈശ്വരി പാടിയ മധുര 17 ഇന്നും എനിക്ക് വയസ്സ്, മധുര 17 അതിനകത്ത് ഹാർമോണിയം വായിച്ചുകൊണ്ട് തുടങ്ങി. അത് കഴിഞ്ഞ് രാഘവൻ മാസ്റ്ററുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തുറക്കാത്ത വാതിലിൽ നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട്, ആ പാട്ടിൽ ബുൾബുൾ വായിച്ചുകൊണ്ട് കൂടെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു പല സംഗീത സംവിധായകരുടെ കൂടെയും അല്പാൽപമായി അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യാനോ അവരെ അസോസിയേറ്റ് ചെയ്യാനോ അല്ല, മറിച്ച് അവരുടെ കൂടെ വിദ്യാർത്ഥിയായിട്ട് മെല്ലെ 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 ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. ഒപ്പം ജോസഫ് കൃഷ്ണ എന്ന് പറയുന്ന ഗോവാക്കാരൻ സംഗീത സംവിധായകനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വെസ്റ്റേണിൻ്റെ ഗുരുവാക്കി സ്വീകരിച്ച് ദക്ഷിണ കൊടുത്ത് അദ്ദേഹമാണ് ഈ പ്രാഥമിക സംവിധാനം ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഉപകരണങ്ങൾ കൊണ്ട് മേളമൊരുക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. എനിക്കൊരു സിനിമ അതിൽ സംഗീത സംവിധായകനായിട്ട് എനിക്ക് തരാൻ എന്നെ ക്ഷണിച്ചത് 2 വ്യക്തികൾ ഒന്നുചേർന്നുള്ള ഒരു സംരംഭത്തിലാണ്. പ്രിയസഖിക്കൊരു ലേഖനം എന്നതായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ ദാസേട്ടൻ പാടാൻ 3 പാട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ട് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: പ്രിയസഖിക്കൊരു ലേഖനം, എൻ്റെ പ്രിയതമയ്ക്കൊരു ലേഖനം, നിനക്കോർക്കാൻ എന്നെയോർക്കാൻ എഴുതും പ്രിയലേഖനം, പ്രിയസഖിക്കൊരു ലേഖനം, എൻ്റെ പ്രിയതമയ്ക്കൊരു ലേഖനം, നിനക്കോർക്കാൻ എന്നെയോർക്കാൻ എഴുതും പ്രിയലേഖനം, പ്രിയസഖിക്കൊരു ലേഖനം. ഈ പാട്ട് ദാസേട്ടൻ പാടാൻ ഇടയായി. അങ്ങനെ ദാസേട്ടൻ ഏതാണ്ട് 252ഓളം ഗാനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്.